ഹലോ ഗൈസ്, അങ്ങനെ രാവിലെ ഒരു 7:30 ആയപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി. ബാംഗ്ലൂരിനെ പറ്റിയിട്ട് ഒരു ബിസിനസ്സിനകത്ത് രണ്ടാൾക്കാർ മാപ്പ് ഇട്ടിട്ട് ഓഫീസിൽ തിരഞ്ഞ് നടന്ന് അങ്ങനെ ഓഫീസിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ആ നഗ്നമായ സത്യം മനസ്സിലാക്കുന്നത്. ഇന്നല്ല ഇൻ്റർവ്യൂ, തിങ്കളാഴ്ചയാണ് ഇൻ്റർവ്യൂ ഉള്ളൂ. അപ്പോൾ 2 ദിവസം സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബാണ്ടും കെട്ടെടുത്ത് അങ്ങനെ നടന്ന്. ഇത് കാണുമ്പോൾ വിചാരിക്കേണ്ട റൂം കിട്ടിയെന്ന്. അല്ല, വയ്യാത്തോണ്ടാ. ഈ കാണുന്ന PG അടി മുതൽ മോള് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അങ്ങനെ അവസാനം റൂം കിട്ടി. ആദ്യം റൂം കാണിച്ചു തന്ന്. ആ റൂമിലേക്ക് കാല് വെച്ചതേ ഓർമ്മയുള്ളൂ. ആ റൂമിലത്തെ സ്മെല്ല് കാരണം തിരിച്ചറിഞ്ഞു. അങ്ങനെ പല്ലൊക്കെ തേച്ച് മുടുക്കനായി. മെസ്സിൽ പോയി നോക്കിയപ്പോൾ രാവിലത്തെ ഫുഡ് കത്തം. തൊട്ടടുത്തുള്ള കടയിൽ പോയി ഒരു മസാല ദോശ പറഞ്ഞു. ഞാൻ വീടെടുക്കണം കണ്ടിട്ട് ചേച്ചിയിൽ നോട്ടം നോക്കിയിട്ട് കന്നഡയിൽ എന്തോ പറഞ്ഞു. ഞാൻ കൈ കൊണ്ട് ഒന്നുമില്ലാന്ന് പറഞ്ഞ് നേരെ പോയി മസാല ദോശ ഇരുന്ന് കഴിച്ച്. അയാളുടെ ഉള്ളി നുറുക്കണം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇവിടെ നിന്നാണ് കൂട്ടാൻ അവിടെ പോയിരുന്ന് കഴിച്ച്. അവന് ഉച്ചയ്ക്ക് നേരത്തെ തുള്ളിച്ചാടി മെസ്സ് പോയി. പ്ലേറ്റൊക്കെ എടുത്ത് പ്ലേറ്റൊക്കെ കഴുകി ചെന്ന് നോക്കി ഇരുന്നപ്പോൾ എന്തോ ഒരു കഷ്ണം. ആദ്യം ചിക്കൻ കാല വിചാരിച്ച്, പിന്നെ മനസ്സിലാക്കിയത് ഒരു വഴുതനങ്ങ അങ്ങനെ വേവിച്ചിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ കൂട്ടുകാരൻ വന്ന് കൂട്ടുകാരോട് സംസാരിച്ച് ഒരു കാപ്പിയും കുടിച്ച് അങ്ങനെ അവൻ പോയി. അത് കഴിഞ്ഞ് രാത്രി ചപ്പാത്തിയും പയറുകൊണ്ടൊരു കറിയും കൂട്ടിയിട്ട് രാത്രിയത്തെ ഫുഡും കഴിച്ച്. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അപ്പോഴാണ് ഒരു വെറൈറ്റി ബിരിയാണി കട കാണുന്നത്. പട്ടിക്കാട്ടൻ ബിരിയാണി. ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാവും, അല്ലാതെ ഇപ്പം എന്താ പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.